ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദ സഹഗണ ലളിത ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വംശാകൽപതരോഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദം മാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചയിലും 1 മണിക്കൂർ നേരം ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി. ആക്ച്വലി ആദ്യത്തെ തുടക്കമായതുകൊണ്ട് 1-2 ആഴ്ചയിൽ നമ്മൾ ശ്ലോകങ്ങളൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ശ്ലോകങ്ങൾ, കുറച്ച് ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അങ്ങനെ ശ്ലോകങ്ങൾ നന്നായി പഠിച്ച് ശ്ലോകം കാണാതെ ചൊല്ലാൻ പറ്റുന്നവർ, അതേപോലെ തന്നെ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ശ്ലോകം ചൊല്ലുന്നു അതിൻ്റെ അർത്ഥവും പറയുന്ന രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ അത് നമ്മൾ ഒരു പഠിച്ചതിന് ശേഷം അത് ആ ശ്ലോകം ചൊല്ലാനുള്ള അവസരം കിട്ടുന്നു. നിങ്ങൾക്ക് തരാനുള്ള ഒരു കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അതിൽ വെച്ച് നന്നായി ശ്ലോകം ചൊല്ലുന്നവർക്ക് സമ്മാനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എന്നുള്ളതൊക്കെ വരും ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ അതിനു മുമ്പായി വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജിൽ നമ്മൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഒരു ശ്ലോകം നോക്കാൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ശ്രമിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവത്ഗീത കേൾക്കുന്നത്, പഠിക്കുന്നത്, അതേപോലെ തന്നെ ചർച്ച ചെയ്യുന്നതിൻ്റെ ആ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഒരു ശ്ലോകമോ അര ശ്ലോകമോ ഇനി 1/4 ശ്ലോകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ എത്രമാത്രം മഹത്കരമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. പത്മപുരാണത്തിൽ നിന്ന് ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഉള്ള ഒരു കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അല്ലേ. എത്രമാത്രം ശക്തിയുണ്ട് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങൾക്കും, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ആ തത്വങ്ങൾക്ക്
കാര്യം ഭഗവാൻ നേരിട്ട് പറയുന്ന ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിൽ. ഭഗവാൻ നേരിട്ട്, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള ഗീതയാണ്, ഗീതമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത എന്നുള്ള പേരും വ്യാസദേവൻ കൊടുത്തിട്ടുള്ളത്. സോ വളരെ പ്രധാനപ്പെട്ടതാണ് ഭഗവത്ഗീത. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ ആചരിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവത്ഗീതയിൽ പഠിക്കുന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാൻ പതുക്കെ. അതിനു മുമ്പായി ശ്രീമദ് ഭഗവത്ഗീത ഏത് ഭാവത്തോടു കൂടി നമ്മൾ പഠിക്കണം, എങ്ങനെയായിരിക്കണം നമ്മളിതിനെ നോക്കിക്കാണേണ്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഭഗവത്ഗീത പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ശാസ്ത്രം എടുക്കട്ടെ, ഭഗവത്ഗീത ആവട്ടെ ശ്രീമദ് ഭാഗവതം ആവട്ടെ, കാര്യം നമ്മുടെ ക്ലാസ്സുകൾ, ഇവിടെ ഈ നടക്കുന്ന ക്ലാസ്സുകളിൽ ഭഗവത്ഗീത മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. കാര്യം കഥകളും മറ്റുള്ള അതിൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഗവതത്തിൽ നിന്നാണ് കൂടുതലും എടുക്കുന്നത്. സോ ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം ആക്ച്വലി മിക്സ് ആയിട്ടുള്ള ഒരു, അതുകൊണ്ടാണ് കൃഷ്ണ കഥാമൃതം എന്ന് പറയുന്നത്. ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ, ഭഗവാന്റെ ഭക്തരെക്കുറിച്ചുള്ള കഥകൾ, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തായിരിക്കും നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ശാസ്ത്രമാണെങ്കിലും, ഭഗവത്ഗീതയാവട്ടെ ഭാഗവതമാവട്ടെ, നമ്മൾ ഏത് ശാസ്ത്രം ആണെങ്കിലും അത് പഠിക്കേണ്ടതിന് ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ ഏത് ഭാവത്തിലായിരിക്കണം നമ്മൾ നോക്കിക്കാണേണ്ടത്. ഏത് ശാസ്ത്രം നമ്മൾ പഠിക്കുന്നത് ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആളാവാൻ വേണ്ടിയിട്ടോ, എനിക്ക് ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ കാണാതെ അറിയാം, അല്ലെങ്കിൽ ഭാഗവതം ഞാൻ എന്നും വായിക്കുന്നു, ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ ഞാൻ പഠിച്ചു, അങ്ങനെയുള്ള ഒരു ഭാവത്തോട് കൂടിയിട്ട് പഠിക്കുന്നത്, അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും കോമ്പറ്റീഷൻ അത്യാവശ്യമാണ്, അല്ലേ? നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിലും കുട്ടികൾ തമ്മിൽ പഠിക്കുന്നതിന് കോമ്പറ്റീഷൻ ഉണ്ടാവും. ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് അതനുസരിച്ചിട്ട് അവർ പ്രൊമോഷനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു. ഇനി നന്നായി പെർഫോം ചെയ്യാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റിസൾട്ടേ കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല, അവിടെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, ജോലി സ്ഥലത്താണെങ്കിലും പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും നമ്മളെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയേണ്ട ഒരവസ്ഥയാണ് ആക്ച്വലി. ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തൊക്കെ പറയേണ്ടി വരുന്നു അവിടെ. ഞാനത് ചെയ്യുന്നു, എനിക്കിത് അറിയാം, എനിക്ക് ഈ കഴിവുണ്ട്, നിങ്ങളൊന്ന് എന്നെ എടുത്തു നോക്കൂ, നിങ്ങൾ ഈ ജോലിക്ക് എന്നെ ഒന്ന് അപ്പോയിൻറ്റ് ചെയ്ത് നോക്കൂ, ഞാൻ കാണിച്ചു തരാം ഈ കമ്പനിയെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്, എൻ്റെ കഴിവുകൾ ഞാൻ പ്രകടിപ്പിച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇൻ്റർവ്യൂവിൽ നമ്മൾ പാസ്സാവുള്ളൂ. അതൊരു സത്യമാണ്, സത്യമല്ലാത്ത കാര്യമല്ല തീർച്ചയായിട്ടും. അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല, അല്ലേ? നമ്മളെ ആരും ജോലിക്ക് എടുക്കാൻ പോകുന്നില്ല. എന്നാൽ ഭക്തി എന്ന് പറയുന്നത്, ഭക്തിയുത സേവനങ്ങളാവട്ടെ, ഭക്തിയാവട്ടെ, ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇങ്ങനെയുള്ളതല്ല. ഭൗതിക ലോകത്തിലെ ആ ഒരു ബന്ധങ്ങളും അല്ലെങ്കിൽ റിലേഷനും, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് ഭക്തിയുടെ മാർഗം. അവിടെ വേണ്ടത്, ഭക്തിമാർഗത്തിൽ വേണ്ടത് വിനയവും സഹിഷ്ണുതയും ഒക്കെയാണ് വേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ എല്ലാം പെട്ടെന്ന് നടക്കണം, അല്ലേ? അതായത് ഒന്നിനും ആർക്കും ക്ഷമയില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി കൂടുന്നു, പല കാര്യങ്ങളും അഡ്വാൻസ്മെൻറ്റ് വരുന്നതുകൊണ്ട് ആളുകൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നമ്മളെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ പറയില്ലേ, നമ്മളെ വിൽക്കുന്ന രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം ആൾക്കാരുടെ മുമ്പിൽ, എന്നാലേ ആളുകൾ വില കൊടുക്കുന്നുള്ളൂ, വില തരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ്, നേരെ ഓപ്പോസിറ്റാണ് ഭക്തി ജീവിതം. ഭക്തിമാർഗത്തിൽ ഈ ഒരു ഈ ഭാവത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ സ്വീകരിക്കാൻ പോകുന്നില്ല. അവിടെ വേണ്ടത് വിനയവും സഹിഷ്ണുതയും ഭഗവാന്റെ ഭക്തരോടുള്ള സ്നേഹവും, എല്ലാവരോടും നന്നായി പെരുമാറുന്നു, എല്ലാവരെയും നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു,
വളരെ സൗമ്യമായിട്ടുള്ള സ്വഭാവം, ഇതൊക്കെയാണ് ഭഗവാൻ നോക്കുന്നത്. വിനയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നേരെ തിരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കൂളുകളിൽ നിന്നും കോളേജസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ പോകുന്നതാണ്. അവിടെ കോമ്പറ്റീഷനാണ്, ആരാദ്യത്വം എന്നുള്ളൊരു കോമ്പറ്റീഷനിലാണ് പോകുന്നത്. എന്നാൽ ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് ക്ഷമയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ആത്മാർത്ഥപരമായിട്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ച് എല്ലാവരെയും കൈപിടിച്ച് ആ ഒരു കോപ്പറേഷനോടുകൂടി, യൂണിറ്റിയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. ഇതാണ് വ്യത്യാസം. ഈ രണ്ട് എക്സ്ട്രീംസാണ്. അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യണം നമ്മൾ എന്നുള്ളത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓരോരുത്തരും ശാസ്ത്രങ്ങൾ കൂടെ പഠിക്കണം എന്നുള്ളത്. സ്കൂളിലെ എഡ്യൂക്കേഷനും കോളേജിലെ എഡ്യൂക്കേഷനും മാത്രം പോരാ. അതൊരു പക്ഷേ നമുക്ക് വലിയൊരു ജോലി വാങ്ങിത്തരുമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ IAS പരീക്ഷ പാസ്സാവുമായിരിക്കാം, ചിലപ്പോൾ ഡോക്ടർ ആവാം, എൻജിനീയർ ആവാം, വലിയ കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ ജനറൽ മാനേജർ വരെ ആവാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും പോവാം. പലതും സംഭവിക്കും, പല വലിയ പോസ്റ്റുകളിലേക്കും പോകും. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്ത് ഈ ജീവിതം ഭഗവാനെ മറന്നുകൊണ്ട് ഇരിക്കുക എന്നുള്ളതല്ല. എന്തൊക്കെ ഭൗതികമായിട്ടുള്ള പൊസിഷൻ ആവട്ടെ, നേട്ടങ്ങളാവട്ടെ, അതൊക്കെ നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ മരിക്കുന്നതോടുകൂടി നശിക്കുന്നു. ചിലപ്പോൾ മരണം വരെ പോലും നിൽക്കില്ല, ഏത് നിമിഷത്തിൽ വേണമെങ്കിൽ നഷ്ടപ്പെടാം. അത്രയേ ഉള്ളൂ അതിൻ്റെ ആയുസ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാര്യം മനുഷ്യ ജന്മമേ, ജീവിതം ആയുസേ വളരെ കുറവാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ എനർജിയും നമ്മുടെ എല്ലാവിധ ശ്രദ്ധയും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ, ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ സമയമില്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ നമ്മൾ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിക്കാൻ പൈസ വേണം, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ജോലി വേണം, ഇതൊക്കെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും. ബന്ധങ്ങൾ നിലനിർത്തുവാനും അല്ലെങ്കിൽ ജീവിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് ആവശ്യമാണ് ധനം, സമ്പത്ത്, അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ കുറച്ച് സേവിങ്സോ, ഇതൊക്കെ ആവശ്യമാണ്. ആവശ്യമല്ലാത്ത കാര്യങ്ങളല്ല. പക്ഷേ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് മാത്രമായി മാറരുത് എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രാപ്തിയാണ്. ഒരു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രാപ്തി മാത്രമാണ്. ആ ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നു. ആ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ജോലിക്ക് പോകുന്നതും പൈസ സമ്പാദിക്കുന്നതും. പക്ഷെ നമ്മൾ മറക്കുന്നു, ലക്ഷ്യം മറന്ന് ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായി അതാണ് ലക്ഷ്യമെന്ന് വിചാരിച്ച് ലക്ഷ്യത്തെ തന്നെ മറന്ന് വേറെ ലക്ഷ്യം കണക്കാക്കി മുന്നോട്ട് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇതിനെ രണ്ടിനെയും ഒരേപോലെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലോ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഏറ്റവും നന്നായി അങ്ങനെ ബുദ്ധിയുള്ളവർക്കേ അത് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ പഠിക്കാനോ കാണാതെ പഠിക്കാനോ എന്നുള്ള ബുദ്ധിയല്ല പറയുന്നത്. ബുദ്ധി എന്ന് പറയുന്നത് നല്ല ബുദ്ധിയുള്ളവർക്ക്. നല്ല ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള ബുദ്ധി, അതായത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഭഗവാൻ തരുന്നു. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അതിനൊരു മാർഗമുണ്ട്. എന്താണ്? അതാണ് ശാസ്ത്ര പഠനം. ശാസ്ത്രങ്ങളിലൂടെയാണ് നമ്മുടെ ബുദ്ധി ഷാർപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു പെൻസിലിൻ്റെ മുന ചെത്തുന്നത് പോലെ അല്ലേ, അതിൻ്റെ മുന ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ടർ ഉപയോഗിച്ചോ ബ്ലേഡ് ഉപയോഗിച്ചോ ചെത്തേണ്ടി വരുന്നു, എന്നാലാണ് ഷാർപ്പൻ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. അതേപോലെ നമ്മുടെ ബുദ്ധിയെ ഷാർപ്പൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത് ശാസ്ത്രങ്ങളിലൂടെയാണ്, ശാസ്ത്ര പഠനം. അപ്പോൾ ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കുക. ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ പറയുന്ന ശാസ്ത്രം സയൻസോ സോഷ്യൽ സ്റ്റഡീസോ മറ്റുള്ള സബ്ജക്ട്സോ അല്ല. നമ്മൾ പറയുന്നത് ഭഗവത്ഗീത എന്ന് പറയുന്ന പുസ്തകം, ശാസ്ത്രം അല്ലെങ്കിൽ ഭാഗവതം, ഇത് ഭഗവാനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ, ഇത് പഠിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിന് പ്രാധാന്യം കൊടുത്ത് അതും നമ്മൾ കൂടെ ചെയ്യുക. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, കോളേജിൽ പോകുന്ന കുട്ടികളാവട്ടെ, സ്കൂളിലെയും കോളേജിലെയും പഠനത്തിനൊപ്പം തന്നെ ഈ കാര്യങ്ങളോട് പഠിച്ചു പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി ഷാർപ്പനായി വരും. അതുകൊണ്ട് നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാവും, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വഭാവം
ശുദ്ധീകരിക്കാൻ വേണ്ടി, നമ്മുടെ സ്വഭാവം മാറാൻ വേണ്ടി. കാര്യം പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്കും എല്ലാവരും, കുട്ടികൾക്ക് മാത്രമല്ല ഇനിയുള്ള ജനറേഷനും നമുക്കും എല്ലാവർക്കും വളരെ 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 പ്രയോജനമാണ് ശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പഠിക്കേണ്ട രീതിയും നമ്മൾ മനസ്സിലാക്കണം. അതായത് സ്കോളർഷിപ്പ് അല്ല ഇവിടെ നോക്കുന്നത്. അതിന് നല്ലൊരു കഥ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ. ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമാണ് കലിയുഗത്തിൽ. അദ്ദേഹമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മളിൽ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ശാസ്ത്രങ്ങളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ച്. എന്നാൽ അത് സുലഭമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. അതുകൊണ്ട് എല്ലാവരിലേക്കും അത് എത്തുന്നു. കാര്യം കലിയുഗത്തിലെ യുഗധർമ്മമാണ് നാമജപം എന്ന് പറയുന്നത്. ആ നാമം എന്ത് നാമമാണ് ജപിക്കേണ്ടത് എന്നും കലിസന്തരണ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആ കലിസന്തരണ ഉപനിഷത്തിൽ പറയുന്ന നാമമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ കലിസന്തരണ ഉപനിഷത്തിലും മറ്റുള്ള ശാസ്ത്രങ്ങളും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതാണ് ഈ കലിയുഗത്തിലെ ധർമ്മം എന്ന് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള മന്ത്രമെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പൂജകളും ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും കൂടെ അല്ലേ. എന്നാൽ അതൊന്നും ചെയ്തില്ലെങ്കിലും ഇത് മാത്രം ചെയ്താൽ മതി, ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിച്ചാൽ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവത് പ്രാപ്തിയും സാധ്യമാകുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. കലിയുഗത്തിന് സ്പെഷ്യലായിട്ടുള്ളതാണ്. അതാണ് ഇതിന് പ്രത്യേകത. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിലേക്ക്, ഈ ഒരു അവബോധം കൊണ്ടുവന്നത് ശാസ്ത്രത്തിൽ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ അവബോധം കൊണ്ടുവന്നതും എല്ലാവരിലേക്കും എത്തിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. ഭഗവാൻ കൃഷ്ണൻ തന്നെ കലിയുഗത്തിൽ വരുന്ന ഒരു ഛന്ന അവതാരം, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഭഗവാൻ എന്നുള്ള ഭാവത്തിൽ വന്നതല്ല. ഭഗവാൻ കൃഷ്ണൻ ഭക്തഭാവത്തിൽ വരുന്നതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ, ചരിത്രം പറയുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിലെ ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന പുസ്തകത്തിലൊരു മനോഹരമായിട്ടുള്ളൊരു കഥ പറയുന്നു. ഒരിക്കൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീരംഗം അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത്, ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് പലവരും പോയിട്ടുണ്ടാവും. അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്, വിഷ്ണു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലുള്ളത്. ശ്രീരംഗം ക്ഷേത്രം വളരെ ഫേമസ് ആണ്, ഒരുപാട് വലിയ ക്ഷേത്രമാണ്. ശ്രീ സമ്പ്രദായത്തിലെ ശ്രീപാദ രാമാനുജാചാര്യരുടെ ഒരു സ്ഥലമാണ് ആ ഒരു ശ്രീരംഗം ഏരിയ. മനോഹരമായ ക്ഷേത്രമാണ്. ഇനി പോവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിമനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു ദക്ഷിണ ഭാരതം അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം പോയിരുന്നു. കാര്യം എല്ലാവരിലേക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം എത്തിക്കാൻ, നാമജപത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി, എല്ലാവരിലേക്കും നാമം എത്തിക്കാൻ വേണ്ടി അദ്ദേഹം, കൃഷ്ണനാമം എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം ദക്ഷിണ ഭാരതത്തിൽ ഒരുപാട് സഞ്ചരിച്ചിരുന്നു. ആ സമയത്ത് ഒരിക്കൽ അദ്ദേഹം ശ്രീരംഗം ക്ഷേത്രത്തിൽ വരുവാണ് ചെയ്യുന്നത്. ശ്രീരംഗം ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം എത്തിയ ഉടനെ അവിടെയുള്ള അമ്പലത്തിലെ പൂജാരിമാർ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ, കാര്യം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ദിവ്യമായിട്ടുള്ള തേജസ്സാണ് വരുന്നത്. കാര്യം ഒന്ന് ഭഗവാനാണ് അദ്ദേഹം, ഭക്തഭാവത്തിലാണെങ്കിലും അദ്ദേഹം ഭഗവാനായതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആകർഷണം തോന്നും. അങ്ങനെയാണ് ദിവ്യമായിട്ടുള്ള ഏകദേശം 7 അടി പൊക്കമുണ്ട് അദ്ദേഹത്തിന്. സുവർണ്ണ നിറത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ കാന്തി. എങ്ങനെയാണ് എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപാടെ അവിടെയുള്ള പൂജാരിമാരും എല്ലാ തന്ത്രിമാരും, അമ്പലത്തിലെ ഏറ്റവും മെയിനായിട്ടുള്ള തന്ത്രിമാരൊക്കെ പുറത്തു വന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ചു, ഇദ്ദേഹത്തെ സ്വീകരിച്ചു. അങ്ങനെ അവരെല്ലാവരും അവിടുത്തെ മെയിൻ പൂജാരി പറഞ്ഞു അമ്പലത്തിലെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അഭ്യർത്ഥന ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു അഭ്യർത്ഥന മാനിച്ച. കാര്യം സന്യാസം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു. മഴക്കാലമായിരുന്നു. കാര്യം ചാതുർമാസ്യം എന്ന് കേട്ടിട്ടുണ്ടാവും. സാധാരണ ചാതുർമാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4 മാസങ്ങൾ ഏകദേശം ആ മഴ വരുന്ന സമയത്ത് ഈ സന്യാസിമാരും അങ്ങനെയുള്ള ഭക്തരുമൊക്കെ, തീർത്ഥാടനങ്ങൾ ചെയ്യുന്ന ഭക്തർ സാധാരണ കൂടുതൽ തീർത്ഥാടനങ്ങൾ ആ സമയത്ത് ചെയ്യില്ല. എവിടെയാണോ അവരുള്ളത് അവിടെ കുറച്ചു കാലം ആ 4 മാസം കഴിച്ചു കൂട്ടും. അങ്ങനെയാണ് സാധാരണ പതിവ്.
അപ്പോൾ ശ്രീരംഗത്തിൽ വന്ന സമയത്ത് ആ സമയമായിരുന്നു, ചാതുർമാസ്യ സമയമായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള പൂജാരി, അമ്പലത്തിലെ ശ്രീരംഗം ക്ഷേത്രത്തിലെ മെയിൻ പൂജാരി ശ്രീപാദ് വെങ്കട് ഭട്ട എന്ന് പറയുന്ന അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു. അതനുസരിച്ച് അദ്ദേഹം അവിടെ താമസിക്കാൻ തയ്യാറായി. അങ്ങനെ ഒരു ദിവസം അതിൻ്റെ ഇടയിൽ അദ്ദേഹം അമ്പലത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കാണുവാണ്. അവിടെ ഒരു പ്രായമായിട്ടുള്ളൊരു ബ്രാഹ്മണൻ ഇരിക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ വെളിയിൽ. അദ്ദേഹം അവിടെ ഇരുന്ന് ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ശ്ലോകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു. കുറച്ച് പ്രായമായിട്ടുള്ള ബ്രാഹ്മണനാണ്, പാവപ്പെട്ടൊരു ബ്രാഹ്മണനാണ്. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ കണ്ടു. എന്നാൽ ചൈതന്യ മഹാപ്രഭു അകലയിൽ നിന്ന് കണ്ടപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണനെ പല ആളുകളും കളിയാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ പോയി ചിരിക്കുന്നുണ്ട്, കളിയാക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം മഹാപ്രഭുവിന് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ ഈ വായിക്കുന്ന ബ്രാഹ്മണൻ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം കളിയാക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് അവിടെ ഇരിക്കുന്നു, ആരോടൊന്നും പറയുന്നില്ല, അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന് വലിയ ആകാംക്ഷ, എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, ബ്രാഹ്മണൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്യുന്നത്? കാര്യം കുറച്ചു നേരം മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ മഹാപ്രഭുവിന് മനസ്സിലായി ഇദ്ദേഹം ഭഗവത്ഗീത വായിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വായിക്കുന്നത് ഒരുപാട് തെറ്റോട് കൂടിയിട്ടാണ്. അതായത് അദ്ദേഹത്തിന് സംസ്കൃതം അറിയില്ല. എന്നാൽ അദ്ദേഹം ചൊല്ലുന്ന വാക്കുകൾ പ്രൊനൗൺസിയേഷൻ ശരിയല്ല, ചൊല്ലുന്ന രീതികൾ ശരിയല്ല, അർത്ഥം അതായത് എങ്ങനെയാണ് അദ്ദേഹം അത് നല്ല രീതിയിലല്ല അത് ചൊല്ലുന്നുണ്ടായിരുന്നത്. ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ സൗമ്യമായിട്ടുള്ള മഹാപ്രഭുവിനെ കണ്ടപാടെ അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിച്ചു. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ചൈതന്യ മഹാപ്രഭുവിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതും സന്യാസി വേഷം കൂടിയാണ്. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, അതെ, ഞാൻ ഭഗവത്ഗീത വായിക്കുകയാണ്. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, പക്ഷേ അങ്ങ് വായിക്കുന്നതിൽ കുറച്ച് തെറ്റുകളൊക്കെ വളരെ സൗമ്യമായിട്ടാണ്, തെറ്റ് തിരുത്തുമല്ല ചെയ്യുന്ന മഹാപ്രഭു, പക്ഷേ വളരെ സൗമ്യമായിട്ട് പറയുവാണ്, അങ്ങ് വായിക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ലേ എന്ന് അങ്ങേക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ, അത് പറയുമ്പോൾ മഹാപ്രഭു അത് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഓ സന്യാസി, എനിക്കൊന്നും അറിയില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് സംസ്കൃതം പോയിട്ട് ഒന്നും വായിക്കാൻ അറിയില്ല, ഞാൻ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണ്. എന്നാൽ അപ്പോൾ മഹാപ്രഭു ചോദിച്ചു, എന്നാൽ പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന എന്താണ്? പൂജയാണ്, അമ്പലത്തിലെ പൂജയാണെങ്കിൽ പൂജ, അത് ചെയ്താൽ പോരെ? അറിയാത്ത കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി ഈ പ്രായത്തിൽ നിങ്ങൾക്കിത് പഠിച്ച് ചൊല്ലാനുള്ള സാഹചര്യമുണ്ടോ? ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നു വെച്ചാൽ അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് പല ചോദ്യങ്ങൾ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വിപ്ര കഹേ മൂർഖ അമ്മി അർത്ഥ നഹി ജാനി, ശുദ്ധ അശുദ്ധ ഗീത പടി ഗുരു ആജ്ഞാമാനി. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, വിപ്ര എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ പറയുന്നു, മൂർഖ അമി, ഞാൻ ഒരു മൂർഖനാണ്, ഞാനൊരു വിഡ്ഢിയാണ്. അർത്ഥ നഹി ജാനി, ഞാൻ ഈ വായിക്കുന്നതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല. ശുദ്ധ അശുദ്ധ ഗീത പടി, ചില സമയത്ത് ഞാൻ ശരിയായിട്ട് വായിക്കുന്നുണ്ട്, ചില സമയത്ത് ഞാൻ ശരിയായിട്ടല്ല വായിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ വായിക്കുന്നത് തെറ്റിയിട്ടാണെന്ന് അറിയാം. ശുദ്ധ അശുദ്ധ ഗീത പടി ഗുരു ആജ്ഞാമാനി. എന്നാൽ ഞാനിത് ചെയ്യുന്നത്, അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന്, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇത് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റാണെങ്കിലും ഞാൻ ചെയ്യുന്നത് എൻ്റെ ഗുരുവിന് വേണ്ടിയിട്ടാണ്. ഗുരു എനിക്ക് ആജ്ഞ തന്നിട്ടുണ്ട്, ഗുരു എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്, എല്ലാ ദിവസവും രംഗനാഥ ക്ഷേത്രത്തിൽ പോയി അവിടെ ഇരുന്ന് ഗീത ചൊല്ലണമെന്ന്. ആ ഗുരുവിൻ്റെ ആജ്ഞ പാലിക്കാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായി. കാര്യം ഇത്രമാത്രം ഗുരുഭക്തിയുള്ള ഒരു ബ്രാഹ്മണനെ അദ്ദേഹം കാണുകയാണ് ചെയ്യുന്നത്. കാര്യം ആ ഭക്തന് അത് ചെയ്യുവാൻ അറിയില്ലെങ്കിൽ പോലും ഗുരുവിൻ്റെ ആജ്ഞ
എന്താണോ അതനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഗുരു എന്ത് പറയുന്നതോ അത് അറിയോ അറിയില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് ചെയ്യുവാനുള്ള ശ്രമം എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ കാര്യം. നമ്മളെക്കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അത് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം അത് കണ്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ തുടർന്ന് ചൈതന്യ മഹാപ്രഭു ഒരു കാര്യം കൂടെ ചോദിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങ് പറഞ്ഞു ഗുരുവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെയ്യുന്നത്, വളരെ നല്ല കാര്യമാണ്. അങ്ങേക്ക് നല്ല ഗുരുഭക്തിയുണ്ട്. അങ്ങ് പറയുന്നു അങ്ങേക്ക് അർത്ഥം അറിയില്ല, അർത്ഥം മനസ്സിലാവുന്നില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു. പക്ഷെ അങ്ങ് എന്തിനാണ് കരയുന്നത് പിന്നെ ചോദിച്ചു. കാര്യം ഇദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് വായിക്കുന്നത്. ഇദ്ദേഹം ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. വെള്ളം വന്ന് ആ ഭഗവത്ഗീത പുസ്തകം മുഴുവനും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണൻ പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, ഇനി ആളുകൾ കളിയാക്കുന്നതുകൊണ്ടാണോ അങ്ങ് കരയുന്നത്? കാര്യം പല ആളുകളും കളിയാക്കുന്നുണ്ട് അങ്ങേ. കാര്യം അങ്ങേക്ക് സംസ്കൃതം അറിയില്ല, വിദ്യാഭ്യാസം ഇല്ല, പിന്നെ വെറുതെ എന്തിനാണ് ഈ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ പറയില്ലേ, അറിയാത്ത കാര്യം പിന്നെ എന്തിനാണ് നിങ്ങളൊരു പ്രഹസനം കാണിക്കുന്നത്? അങ്ങനെ ഇതൊരു പ്രഹസനം കാണിച്ച് വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഈ തെറ്റ് ചെയ്യുന്നത്? തെറ്റായ വായിച്ചിന് അപരാധം ആവും നിങ്ങൾക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ വന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കേട്ടിട്ടാണോ അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചു മഹാപ്രഭു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണൻ പറഞ്ഞു, അല്ല സന്യാസി വരിക, അതൊന്നുമല്ല. കാരണം അവരെന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ കേൾക്കുന്നില്ല. കാര്യം ഞാൻ അവർ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം തോന്നുന്നത്. എനിക്ക് ഈ ഭഗവത്ഗീത കയ്യിലെടുക്കുമ്പോഴേ എൻ്റെ കണ്ണിൽ വെള്ളം വരുന്നു, എൻ്റെ ചിന്തകൾ പോകുന്നു. ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹം നോക്കൂ, പരമദിവ്യോത്തമ പുരുഷനാണ്. എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള അദ്ദേഹമാണ്. എല്ലാത്തിൻ്റെയും ഓണറാണ് അദ്ദേഹം. എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. എന്നാൽ ആ വ്യക്തി നോക്കൂ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് വേണ്ടി ഇതാ രഥം ഓടിക്കുന്ന തേരാളിയായിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു രൂപം, ആ ഒരു രംഗത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ, കൃഷ്ണൻ അർജുനൻ്റെ തേര് ഓടിക്കുന്നു. അർജുനനാണെങ്കിൽ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടൊക്കെ പോകണമെങ്കിൽ സാധാരണ ചെയ്യുന്നത് വലത്തോട്ട് പോകണമെങ്കിൽ വലത്തേ ഭാഗത്ത് ചവിട്ടുകയാണ് ചെയ്യുക. കാര്യം ഇത്രയും ആളുകളുടെ ഇടയിൽ നമ്മുടെ ശബ്ദം കേൾക്കില്ല. ശബ്ദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം അത്രമാത്രം കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്ന 60 കോടി ആളുകളാണ് ഉണ്ടായിരുന്നത്. സോ അവിടെ എന്ത് നമുക്ക് പറയാൻ സാധിക്കും? കാര്യം കോടിക്കണക്കിന് സൈന്യങ്ങൾ, കോടിക്കണക്കിന് കുതിരകൾ, കോടിക്കണക്കിന് ആനകൾ, ആ ഒരു അവസ്ഥയാണ്. നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല. അപ്പോൾ പറയുന്നു മഹാഭാരതത്തിൽ, അർജുനൻ ഇപ്പോൾ വലത്തോട്ടേക്ക് രഥം തിരിക്കണമെങ്കിൽ അർജുനൻ ഡയറക്ഷൻ കൊടുക്കും, വലത്തേ ഭാഗത്ത് ചവിട്ടും കൃഷ്ണൻ്റെ. ഇടത്തോട്ട് പോകണമെങ്കിൽ ഇടത്തേ ഭാഗത്ത് ചവിട്ടുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് ഈ ബ്രാഹ്മണൻ കരയുവാണ്. എത്ര ദയാലുവാണ് നമ്മുടെ ഭഗവാൻ, എത്ര ദയാലുവാണ്. ഒന്ന് നോക്കൂ, ഇത്രയും താഴ്ന്ന ഒരു ജോലി ചെയ്യാൻ വരെ, സ്വന്തം ഭക്തന് വേണ്ടി ഇത്രയും താഴ്ന്ന ഒരു ജോലി ചെയ്യാൻ വരെ തയ്യാറായി എൻ്റെ ഭഗവാൻ. ഇത്രയും കാരുണ്യവാനായിട്ടുള്ള വേറെ ആരുണ്ട് എന്ന് പറഞ്ഞ് ഇത് ആലോചിച്ച്, ഭഗവാന്റെ മഹാകാരുണ്യത്തെക്കുറിച്ച് ആലോചിച്ച് ഈ ബ്രാഹ്മണൻ കരയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായി. മഹാപ്രഭു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ബ്രാഹ്മണനോട്, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങാണ് ശരിക്കും ഒരു അങ്ങാണ് ഭഗവത്ഗീത വായിക്കുവാൻ യോഗ്യതയുള്ള, ഭഗവത്ഗീത പഠിക്കുവാൻ യോഗ്യതയുള്ളത് അങ്ങേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങേപ്പോലുള്ളവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു ചൈതന്യ മഹാപ്രഭു. കാര്യം ഇതാണ് ഭഗവത്ഗീതയുടെ സാരാംശം. ഭഗവാനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വെള്ളം വരുന്നു. ഭഗവാന്റെ മഹാകാരുണ്യത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണിൽ വെള്ളം വരുന്നു. ആ സന്തോഷം കൊണ്ട്, ഭക്തി കൊണ്ട്, ഉള്ളിൽ ഉള്ള ആ ഒരു ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരായിട്ട് പുറത്തു വരുന്നത്. ഇത് കാണുമ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അങ്ങാണ് ശരിയായിട്ടുള്ള, അങ്ങേക്കാണ് യോഗ്യതയുള്ളത്. ഈ പറയുന്ന ആളുകൾ എന്തൊക്കെ പറയുന്നു എന്ന് നോക്കണ്ട. അങ്ങേക്ക് യോഗ്യതയില്ല, വിദ്യാഭ്യാസവും ഇല്ല എന്നൊക്കെ പറയുന്നു. ഇതൊന്നിലും അല്ല കാര്യം. ഇത് വായിക്കുവാൻ ശരിക്കും യോഗ്യതയുള്ളത് അങ്ങേക്ക് മാത്രമാണെന്ന് പറഞ്ഞു. ഒരു ചൈതന്യ മഹാപ്രഭുവും കരഞ്ഞു തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുനീര്
ബ്രാഹ്മണൻ്റെ മേലിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു ആലിംഗനം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു. മഹാപ്രഭുവിൻ ഭഗവാന്റെ സ്പർശനമോ ഭഗവാന്റെ ആലിംഗനമോ നമുക്ക് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഭഗവത് ഭക്തി അല്ലെങ്കിൽ ഭഗവത് പ്രേമം നമ്മുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കും. നമ്മൾ മൊബൈലിൽ ബ്ലൂടൂത്ത് വഴി അയക്കുന്ന പോലെ അല്ലെങ്കിൽ വൈഫൈയിൽ നമ്മൾ ചെയ്യുന്ന പോലെ, അതേപോലെ ആ കൃഷ്ണൻ്റെ ആ ശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ അനുഗ്രഹം, കാരുണ്യം ആ ഭക്തന് കിട്ടുന്നു. അങ്ങനെ ആ ഭക്തർക്ക് എന്താണ് കിട്ടുന്നത്? ഭഗവാനോടുള്ള സ്നേഹവും പ്രേമവും കൂടുന്നു. അപ്പോൾ ഭക്തിയുടെ ആനന്ദം ഇദ്ദേഹം അറിഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആലിംഗനത്തോടു കൂടി ബ്രാഹ്മണൻ വിറച്ചു തുടങ്ങി. കാര്യം കൃഷ്ണപ്രേമം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയ പോലെയായിരുന്നു. കാര്യം അത്ര ആനന്ദം. ഭഗവാനാണ് ആലിംഗനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഭഗവാനാണെന്ന് അറിയില്ല, പക്ഷേ അദ്ദേഹത്തിന് ആലിംഗനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഉള്ളിലുണ്ടാവുന്ന ഫീലിങ്സ് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമനിലയിലേക്ക് വന്നപ്പോൾ ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്, അങ്ങ് ശരിക്കും ആരാണ്? ആ പ്രഭുവിനോട് ചോദിക്കുകയാണ്, അങ്ങ് ശരിക്കും ആരുമാണ്? സന്യാസിയുടെ വേഷത്തിൽ വന്നു, പക്ഷെ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് സന്യാസിയൊന്നുമില്ല. അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ദിവ്യമായിട്ടുള്ള തേജസ് വരുന്നുണ്ട്. അങ്ങ് എന്നെ ആലിംഗനം ചെയ്ത സമയത്ത് എൻ്റെ ശരീരത്തിലൂടെ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നു. ഏതൊക്കെയോ ഭക്തിയുടെ ഭാവങ്ങളും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങ് ശരിക്കും കൃഷ്ണൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു ഇദ്ദേഹം. ബ്രാഹ്മണൻ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് വായിക്കുന്ന ആ ഭഗവത്ഗീതയിലുള്ള അതേ കൃഷ്ണൻ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നതും ആലിംഗനം ചെയ്തതും എന്നുള്ളത്. അദ്ദേഹം അപ്പോൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് പതുക്കെ വാ പൊത്തിക്കൊണ്ട് പറഞ്ഞു, ആരോടും പറയരുത്, ഞാൻ ആരാണെന്ന് ആരോടും പറയരുത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഗ്രഹം, നിനക്കിപ്പോൾ കിട്ടിയിട്ടുള്ള അനുഗ്രഹം നിന്നിൽ നിന്ന് പോവും. കാര്യം വേറെ ഒന്നുമല്ല, മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഭക്തി ആക്ച്വലി ഒരുപാട് നമ്മൾ അട്ടഹസിച്ച് മറ്റുള്ളവരോട് മുമ്പിൽ ഒരു ഷോ കാണിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ശക്തി കുറയും. ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഭഗവാനും പറയാറുണ്ട്, എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആരോടും പറയരുത്. കാര്യം വേറെ ഒന്നുമല്ല, ചൈതന്യ മഹാപ്രഭു അവതരിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഭക്ത അവതാരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാനാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന മിഷൻ എല്ലാം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പറഞ്ഞു, ആരും അറിയരുത്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ്റെ ദിവ്യമായിട്ടുള്ള രൂപം കാണിച്ചു കൊടുത്തു ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്. ബ്രാഹ്മണൻ സന്തോഷമായി. ബ്രാഹ്മണൻ കാണുന്നു, അതേ പാർത്ഥസാരഥിയെ നേരിട്ട് മുമ്പിൽ കണ്ടു. അദ്ദേഹം വായിക്കുന്ന ഭഗവത്ഗീതയിൽ അതേ പാർത്ഥസാരഥിയെ അദ്ദേഹം നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത് ബ്രാഹ്മണൻ. എന്നിട്ട് പിന്നീടുള്ള സമയം, മഹാപ്രഭു ഉള്ള സമയം അവിടെ 4 മാസം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇവർ തമ്മിൽ ബ്രാഹ്മണൻ കാണും അദ്ദേഹത്തെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം എന്തായിരിക്കണം ഭാവം എന്നുള്ളത്. ശാസ്ത്രം പഠിക്കുന്നത്, ഭഗവത്ഗീത ആവട്ടെ ഭാഗവതം ആവട്ടെ, ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട ഭാവം, അതായത് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം, അതിനെ നമ്മൾ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ബഹുമാനത്തോടു കൂടി, വളരെ വിനയത്തോടു കൂടിയിട്ട് നമ്മളിതിനെ സമീപിക്കുക. അങ്ങനെ സമീപിക്കുമ്പോൾ എന്താണ് പിന്നെ വിശ്വാസത്തോടു കൂടി ഭഗവാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിൽ പറയുന്നത് 100% വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഭഗവാൻ വെളിപ്പെടുത്തി തരുന്നു നമുക്ക് പല കാര്യങ്ങളും, ഒരുപാട് സീക്രട്സ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ചിലപ്പോൾ ബ്രാഹ്മണന് സംഭവിച്ച പോലെ നമ്മുടെ മുമ്പിൽ ഭഗവാൻ നിൽക്കുന്നു. ഗുരുവായൂരപ്പൻ നേരിട്ട് മുമ്പിൽ വന്ന് നമ്മളെ ആലിംഗനം ചെയ്യും. അല്ലെങ്കിൽ വേറെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സംഭവിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം നമ്മുടെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഇതെല്ലാം വിശ്വസിച്ച്, ഭഗവാന്റെ വാക്കുകൾ വിശ്വസിച്ച് നമ്മൾ ശാസ്ത്രം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഭഗവാന്റെ നാമം ജപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം പലതും വെളിപ്പെട്ടു വരും. അപ്പോൾ ഈ ഒരു മനോഭാവമായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പഠനത്തിൽ. വളരെ വിനയത്തോടു കൂടി നമ്മളിവിടെ ആരുടെ മുമ്പിലും ആളാവാനോ
ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഒരേ ഒരു ഉദ്ദേശം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ഒരുപാട് കൽമഷങ്ങളും ഒരുപാട് അനർത്ഥങ്ങളുമുള്ള ഹൃദയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും ഹൃദയമൊക്കെ. ഭൗതികമായിട്ടുള്ള ചിന്തകളും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ. ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്തകളും പാപങ്ങളൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ. പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണതയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതിനെയൊക്കെ ശുദ്ധീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, അല്ലേ? അപ്പോൾ ഈ ശാസ്ത്ര പഠനത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന അനർത്ഥങ്ങളൊക്കെ പോയി നമ്മുടെ ഹൃദയവും മനസ്സൊക്കെ ശുദ്ധീകരിക്കുന്നു. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിയും വളരെ ഷാർപ്പാവുന്നു. അപ്പോൾ ബുദ്ധി ഷാർപ്പായി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം? എന്താണ്? ശരിയെയും തെറ്റിനെയും നമ്മൾ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ സാധിക്കുന്നില്ല. ഇപ്പോൾ പലപ്പോഴും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമുക്കറിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പലപ്പോഴും തെറ്റായിട്ടുള്ളതിനെ ശരിയാണെന്ന് വിചാരിച്ച് അത് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും. തെറ്റിനെയും ശരിയും വേർതിരിച്ചറിയാമെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ള വിവേകബുദ്ധി അതിനെ പറയും. ആ വിവേകബുദ്ധിയൊക്കെ നമുക്ക് ശാസ്ത്ര പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു മനോഭാവത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വിനയത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകം ചർച്ച ചെയ്യുന്നു. ശ്ലോകം അധ്യായം 9 27 ശ്ലോകമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 9 27. ഭഗവത്ഗീത യഥാരൂപം ഉള്ളവർക്ക് കയ്യിലെടുക്കാം ഭഗവത്ഗീത. ഞാൻ ആദ്യം ശ്ലോകം വായിക്കും. ശ്ലോകം വായിക്കാൻ താല്പര്യമുള്ളവർ ഒരു 3-4 ഭക്തർക്ക് ശ്ലോകം വായിക്കാം. പിന്നീട് അതിൻ്റെ ഭഗവത്ഗീത യഥാരൂപം ഉള്ളവർക്ക് ശീല പ്രഭുപാജിയുടെ അല്ലെങ്കിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഭഗവത്ഗീത യഥാരൂപമുള്ളവർക്ക് അതിൻ്റെ വിവർത്തനവും ഭാവാർത്ഥവും കൂടെ വായിക്കാം. കാര്യം നമ്മുടെ ചർച്ചകളിൽ നമ്മൾ റെഫർ ചെയ്യുന്ന ആ പുസ്തകം ഭഗവത്ഗീത യഥാരൂപമാണ്. അതുകൊണ്ട് ശ്ലോകം 27 അധ്യായം 9. യത് കരോഷി യത് അശ്നാസി യത് ജുഹോസി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. യത് കരോഷി യത് അശ്നാസി യത് ജുഹോസി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. വായിക്കാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വന്നോളൂ. ഹരേ കൃഷ്ണ. ഓരോരുത്തരായി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി തദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യത് കരോഷി യത് ശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, വേറെ ആരെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കൂ. കൃഷ്ണ പ്രഭുജി. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27.
യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് വസസ്യ കൗന്ദേയ തത്കുരുഷ്വാമദർപ്പണം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ. യത് കരോഷി യദശ്നാസി യജ്ജോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ യത് കുരുഷോ മദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. താങ്ക് യു. ഹരേ കൃഷ്ണ. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വാമദർപ്പണം. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കൂ. യത് കരോഷി യത് അശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. ഹരേ താങ്ക് യു. കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും അവസാനമായിട്ട് വായിക്കുന്നു? हरे कृष्ण प्रभु प्रणाम. यत् करोषि यत् श्नासि यज्जुहोषि ददासि यत् तपस्यसि कौन्तेय तत् कुरुष्व मदर्पणम्. ഹരേ കൃഷ്ണ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് പശ്യസി കൗന്ദേയ തത്കുരുഷ മദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വാമദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. താങ്ക് യു. ഓക്കെ, കഴിഞ്ഞു. വെരി ഗുഡ്. കുറേ പേര് വായിച്ചു. സോ നമ്മൾ എത്ര പ്രാവശ്യം വായിക്കുന്നു അത്രയും നല്ലതാണ്. ശ്ലോകം കാണാതെ നമുക്ക് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല, ശാസ്ത്രത്തിലെ ഭഗവത്ഗീതയും ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുക എന്ന് പറയുന്നത് തന്നെ, കാര്യം ഇതെല്ലാം ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള ശ്ലോകമാണത്. ഭഗവാൻ നേരിട്ട് പറയുന്ന ശ്ലോകമാണ്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ട്യൂൺ അറിയില്ല അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ അറിയില്ല എന്നൊന്നും വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് വരിക. അതുകൊണ്ടാണ് ഇന്ന് ആ ബ്രാഹ്മണൻ്റെ കഥ തന്നെ പറയാൻ കാര്യം. ആർക്കും ഒരു മടി തോന്നേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ശുദ്ധീകരണത്തിനും ഭക്തിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. ഇവിടെ വേറെ തരത്തിൽ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ശ്ലോകങ്ങളോ അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളോ ഭഗവാനെ സ്തുതിക്കാനുള്ള അവസരങ്ങളോ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നമ്മൾ ആ സമയത്ത് അത് ഭക്തിപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. വേറെ അമൃത മാതാജിക്ക് ചൊല്ലണോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കണ്ടതുകൊണ്ടാണ്. അമൃത ലിപി മാതാജി ശ്ലോകം ചൊല്ലാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഭഗവത്ഗീത യഥാരൂപമുള്ളവരാരെങ്കിലും ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം വായിക്കുന്നതിൽ വിവർത്തനം വായിക്കുന്നതിന് മുമ്പ് അതിലെ വേർഡ് ടു വേർഡ് മീനിങ്സ് ഉണ്ടാവും, അതും കൂടെ ഒന്ന് വായിക്കണം എന്താണ് എന്നുള്ളത്. ഓക്കെ, വായിക്കൂ ആരെങ്കിലും? ഞാൻ വായിക്കട്ടെ പ്രഭുജി. വായിക്കൂ. യത് കരോഷി നീ യാതൊന്ന് ചെയ്യുന്നുവോ, യത് യാതൊന്ന്. അശ്നാസി നീ ആഹരിക്കുന്നുവോ, യത് യാതൊന്ന്. ജുഹോഷി നീ ഹോമിക്കുന്നുവോ, യത് യാതൊന്ന്. ദദാസി നീ ദാനം ചെയ്യുന്നുവോ, യത് യാതൊന്ന്. തപസ്യസി തപസ് ചെയ്യുന്നുവോ, തത് സർവം അതെല്ലാം. കൗന്ദേയ ഹേ കൗന്ദേയ, മദർപ്പണം എന്നിൽ അർപ്പിച്ചുകൊണ്ട് കുരുഷ്വ ചെയ്യുക. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കൂ. വിവർത്തനം. ശ്രീലപ്രഭാതിക്ക് ജയ്. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകളിൽ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഓക്കെ, വേറെ ആരെങ്കിലും ഒരാൾ ഭാവാർത്ഥം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ.
ശ്രീല പ്രഭുപാദ ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. ഏതു സന്ദർഭത്തിലും കൃഷ്ണനെ മറന്നു പോകാത്ത വിധത്തിലായിരിക്കണം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. ഓരോ മനുഷ്യന്റെയും കടമയാണിത്. ആത്മാവും ശരീരവും ഒന്നിച്ചു നിർത്തേണ്ടതിനായി എല്ലാവരും കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ കൃഷ്ണൻ പറയുന്നത് തനിക്കു വേണ്ടിയാവണം ആ കർമ്മമേതുമെന്നാണ്. ജീവിക്കാൻ വേണ്ടി എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ നിവേദിച്ച ആഹാരം സ്വീകരിക്കുകയല്ലേ നല്ലത്. സംസ്കാരം സിദ്ധിച്ച ഏതൊരാൾക്കും മതപരങ്ങളായ ചില അനുഷ്ഠാനങ്ങൾ നിറവേറ്റാനുണ്ടാവും. കൃഷ്ണൻ പറയുന്നു, അതെനിക്ക് വേണ്ടി ചെയ്യുക. അതാണ് അർച്ചന എന്ന് പറയുന്നത്. ഭിക്ഷാദാനത്തിലുള്ള വാസന ഏതു മനുഷ്യനിലുമുണ്ട്. അതെനിക്ക് തരൂ എന്ന് കൃഷ്ണൻ പറയുന്നു. നേടിവെച്ച മിച്ചധനം എത്രയും കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്കായി കൊണ്ട് ഉപയോഗിക്കുക എന്നാണിതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഇന്ന് ജനങ്ങൾക്ക് ധ്യാനയോഗത്തിൽ വളരെ താല്പര്യം കാണുന്നുണ്ട്. ഈ യുഗത്തിൽ ഇത് പ്രായോഗികമല്ല. എങ്കിലും ദിവസത്തിൽ 24 മണിക്കൂറും മാലയെടുത്ത് ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് കൃഷ്ണനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ഒരാൾ ഉത്തമനായ ധ്യാനയോഗിയായി തീരും. സംശയമില്ല. ഇത് 6-ാം അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ശ്ലോകം ചൊല്ലിയവരും അതേപോലെ വിവർത്തനം വായിച്ചവരും അർത്ഥം വായിച്ചവരും അതേപോലെ ഭാവാർത്ഥം വായിച്ചവരും. ഇവിടെ ഭഗവാൻ പറയുന്നു, എന്താണ് നമ്മളോട് പറയുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനോഹരമായിട്ടുള്ള ശ്ലോകമാണത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ശ്ലോകമാണ്. എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം നമ്മളെല്ലാവരും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പല പല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇതെല്ലാം കർമ്മങ്ങളാണ്. ഇപ്പോൾ നമ്മളിവിടെ വായിച്ചതെല്ലാം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ദാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യുന്നു, അങ്ങനെയുള്ള ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ്, ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ തപസ്യകൾ ചെയ്യുന്നു. ഇതെല്ലാം ഓരോ ആക്ടിവിറ്റീസാണ്. എന്നാൽ ആ ആക്ടിവിറ്റി അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി ആവട്ടെ, നമ്മൾ ജോലിക്ക് പോകുന്നു, ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ഹൗസ് വൈഫ്സ് ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ജോലി ചെയ്യുന്നു, ജോലി ആവട്ടെ, ആ ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. മനോഹരം, അതിമനോഹരമാണ്. അതായത് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നതാണ്, ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും, ചെയ്യുന്ന ജോലി എന്താണെങ്കിലും, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും, ചെയ്യുന്ന ജോലി എന്താണെങ്കിലും അത് ഭക്തി നിർഭരമായ, ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തി നിർഭരമായ സേവനമായിട്ട് നിങ്ങളത് ചെയ്യുക. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഭക്തിയോടുകൂടി ആ കാര്യം ചെയ്യൂ എന്നാണ് കൃഷ്ണൻ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഓരോ കാര്യങ്ങളും, ജോലിയാവട്ടെ എന്താവട്ടെ, ഇതെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്തായിരിക്കും ഫലം കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഭാഗവതത്തിലെ മനോഹരമായിട്ടുള്ള കഥകളിലൂടെ നമ്മൾ പഠിക്കും. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഭാവാർത്ഥത്തിൽ വായിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കാര്യം ഒരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ശ്ലോകത്തിൽ പറയുന്നു, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കഴിക്കുന്നത് ഭഗവാന് സമർപ്പിച്ചിട്ട് അതിൻ്റെ പ്രസാദം കഴിക്കുക. നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ദാനം കൊടുക്കുകയാണെങ്കിൽ അത് ദാനം ചെയ്യുന്നതും ആ ഒരു ഭാവത്തിലായിരിക്കണം, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം ആ ദാനം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ആ ദാനത്തിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അത് കൊടുത്തുകൊണ്ട് നമുക്ക് പേരും പ്രശസ്തി കിട്ടുമെന്നോ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഫോട്ടോ വരുമെന്നോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കരുത് ദാനം കൊടുക്കേണ്ടത്. അത് ഭഗവാന്റെ ഒരു സേവനമാണെന്ന് ധരിച്ചുകൊണ്ട് ആ മനോഭാവത്തോടുകൂടി, അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാവട്ടെ, പൂജകളാവട്ടെ, ഹോമങ്ങളാവട്ടെ, എല്ലാം തന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ആ ഒരു മനോഭാവത്തോടു കൂടി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഇനി തപസ്യകൾ ചെയ്യുവാണെങ്കിൽ, നമ്മൾ വ്രതങ്ങൾ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏകാദശി വ്രതമാവട്ടെ, അങ്ങനെ പല പല വ്രതങ്ങൾ നമ്മൾ എടുക്കുന്നു, പലപ്പോഴും എടുക്കുന്നതായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. സോ ഇതെല്ലാം ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ട മനോഭാവമാണ് പറയുന്നത്. ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതേപോലെ നമ്മൾ ജോലിക്ക് പോകുന്നു,
പലവരും ജോലിക്ക് പോകുന്നു, ജോലിക്ക് പോയി അവിടെ ഓഫീസിൽ ജോലിയെടുത്ത് മാസം അവസാനമാകുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നു അല്ലേ. അപ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക, അതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ എങ്ങനെ സമർപ്പിക്കാം? ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായാൽ മതി. നമ്മൾ ജോലിക്ക് പോകുന്നേക്കാൾ മുമ്പ് ഭഗവാനോട് പറയുക, എല്ലാ ദിവസവും ഭഗവാനോട് പറയേണ്ട കാര്യമാണ്, ഭഗവാനെ ഞാൻ ജോലിക്ക് പോകുന്നു, ഇത് അങ്ങയുടെ സേവനമായിട്ട് അങ്ങ് ഇത് അംഗീകരിക്കണം. ഞാൻ ജോലിക്ക് പോയി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കും ഞാനത് ഉപയോഗിക്കുന്നു. എന്നാൽ വീട്ടിലുള്ള കാര്യങ്ങൾ അവർ ഈ റെസ്പോൺസിബിലിറ്റി അങ്ങ് തന്നെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനത് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അതേപോലെ തന്നെ കിട്ടുന്ന വരുമാനത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഭഗവത് സേവനങ്ങളിലേക്ക്, പല കാര്യങ്ങളിലേക്കും ഞാൻ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും അതും വലിയ കാര്യമാണ്. ആക്ച്വലി നമ്മൾ ഭഗവാന്റെ സേവനങ്ങൾക്കായിട്ട് നേരിട്ടുള്ള സേവനങ്ങളാവട്ടെ, എന്തെങ്കിലും അമ്പലങ്ങളിലേക്ക് കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ പല പല സേവനങ്ങൾ, അല്ലെങ്കിൽ വൈഷ്ണവർക്കും ബ്രാഹ്മണർക്കും ദക്ഷിണ കൊടുക്കുന്നതോ, ഇതൊക്കെ സേവനങ്ങളാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഭഗവത് സേവനങ്ങളിലേക്ക് നമ്മൾ അത് ഉപയോഗിക്കാനും നമ്മൾ ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ വീട് തന്നെ അമ്പലം പോലെ ആക്കി മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം വീട്ടിൽ നമ്മുടെ ഭഗവാനെ നമ്മൾ സ്വീകരിച്ച് ഭഗവാന്റെ പൂജകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ വീട് ഒരു അമ്പലം പോലെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഭഗവാനെ സമർപ്പിച്ചിട്ടാണ്, അതിൻ്റെ ഭഗവാൻ സമർപ്പിച്ച ആ പ്രസാദം, ഭഗവാൻ തിരിച്ചു തരുന്ന പ്രസാദമാണ് നമ്മൾ കഴിക്കുന്നത്. അതേപോലെ തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീട്ടിൽ നമ്മൾ ഭക്തരെ വിളിക്കുന്നു, കീർത്തനം ചൊല്ലുന്നു, നാമം ജപിക്കുന്നു, ശാസ്ത്ര പഠനങ്ങൾ നടത്തുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ വീടിനെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മൾ സർവീസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ വീട് അമ്പലമായി മാറുന്നു, അല്ലെങ്കിൽ പുണ്യസ്ഥലമായി മാറുന്നു അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീടാവട്ടെ, ജോലിയാവട്ടെ, ചെയ്യുന്ന ഓരോ കാര്യമാവട്ടെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത്. അതേപോലെ ഭക്ഷണം പാചകം ചെയ്യുന്നവരുടെ കാര്യം എടുത്താൽ, ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് ഇത് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളത് ഭഗവാനോട് പറയുന്നു. അങ്ങനെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാന്റെ സ്നേഹം, അതായത് ഭഗവാനോടുള്ള സ്നേഹം കൂടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യം നമുക്ക് കിട്ടുന്നു. ഭക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ശക്തി ഭഗവാൻ നമുക്ക് തരുന്നു. കൃഷ്ണപ്രേമം ഭഗവാൻ, അല്ലെങ്കിൽ ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് അദ്ദേഹം തരുന്നു. അങ്ങനെ നമുക്ക് ആ ഭഗവത് പ്രസാദം കഴിച്ച് പിന്നീട് നമ്മൾ ഭക്തിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല ഭഗവാന് സമർപ്പിക്കുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥങ്ങളിലെ എല്ലാവിധ കർമ്മങ്ങളും, കാര്യം പല ആളുകളിലൂടെയും വരുന്നതാണ്. അരിയാവട്ടെ, പച്ചക്കറി ആവട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, എന്ത് എടുത്താലും ഒരുപാട് ആളുകളും ഒരുപാട് ജീവജാലങ്ങളും അതിൽ പലവരുടെ പല ജീവജാലങ്ങളും മരിക്കുന്നുണ്ട് കൃഷി ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പല ആളുകളുടെ, പല ടൈപ്പ് ഓഫ് ആളുകളിലൂടെയാണ് ഇതെല്ലാം കടന്നു വരുന്നത്. നമ്മൾ പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പുറകിൽ പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെയൊക്കെ കർമ്മം ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ആ കർമ്മമൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ കർമ്മമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അല്ലേ, പല ജീവജാലങ്ങളുടെയും. അപ്പോൾ ഭഗവാന് സമർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് ആക്ച്വലി ശുദ്ധീകരിക്കുന്നു. ഭഗവാൻ ശുദ്ധീകരിച്ച് നമുക്ക് തരുന്നത് ഒരു കർമ്മവും ഇല്ലാതെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം പ്രസാദമായിട്ട് നമുക്ക് തരുന്നു. കൂട്ടത്തിൽ നമ്മളത് ഭഗവാന്റെ ആ ഒരു സ്നേഹവും കൂടെ നമുക്ക് തരുന്നു, അതായത് ഭഗവാന്റെ കാരുണ്യം കൂടെ നമുക്ക് തരുന്നു. ആ കാരുണ്യം കൂടെ ആവശ്യമാണ് നമുക്ക് പിന്നീടും ഭക്തിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നമ്മുടെ ശുദ്ധീകരണത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ കർമ്മം മാത്രം പോയാൽ പോരാ, നമ്മുടെ ശുദ്ധീകരണം നടക്കണം. ഭക്ഷണത്തിൻ്റെ കർമ്മം പോയി എന്ന് പറയുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൂടെ വരുമ്പോഴാണ്. അപ്പോൾ ഭഗവാന്റെ മഹാപ്രസാദം കഴിക്കുമ്പോഴുള്ള പ്രത്യേകത അതാണ്. കർമ്മ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമല്ല, കൂട്ടത്തിൽ ഭഗവാന്റെ മഹാകാരുണ്യവും സ്നേഹവും കൂടെ വരുന്നു. അതും കൂടെ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പരിവർത്തനം വരുന്നതും നമ്മുടെ ഉള്ളിൽ പല വ്യത്യാസങ്ങളും വന്ന് നമ്മൾ ശരിക്കും ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭഗവാനെ സമർപ്പിച്ച് കഴിക്കുക എന്നുള്ളത്. ഇവിടെ ശില പ്രഭുപാദി പറയുന്നു ഭാവാർത്ഥത്തിൽ, ഓരോ വ്യക്തികളുടെയും ജോലിയാണ്, കടമയാണ് അവരവരുടെ ജീവിതം ഭഗവത് സേവനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭഗവാനെ കേന്ദ്രീകരിച്ച്
മുന്നോട്ട് പോവുക എന്നുള്ളത്. അതായത് ഭഗവാനെ ഒരിക്കലും മറക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യരുത്. സ്മർത്തവ്യം സതതം വിഷ്ണും വിസ്മർത്തവ്യം ന ജാജുത്. ശാസ്ത്രങ്ങളിൽ പറയുന്നു സ്മർത്തവ്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ സതതം വിഷ്ണു, എല്ലായ്പ്പോഴും ഭഗവാനെ, കൃഷ്ണനെ, വിഷ്ണുവിനെ നമ്മൾ ഓർക്കണം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും കടമയാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ മറക്കുന്നു. ഇതെല്ലാം തരുന്നത് ഭഗവാനാണ്. നമ്മുടെ വീടാണെങ്കിലും വായു ആണെങ്കിലും വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആളുകളാണെങ്കിലും നമ്മളൊന്നും അറിയുന്നില്ല. എല്ലാം അദ്ദേഹം തരുന്നു. ഈ ശരീരം തന്നെ നോക്കൂ, എല്ലാം അദ്ദേഹം തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ മറക്കാൻ നമ്മൾ പാടില്ല. അതുകൊണ്ട് ശിലപ്രഭാജി പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് ഭഗവാനെ ഓർക്കുക എന്നുള്ളത്, എല്ലായ്പ്പോഴും സദാസമയം ഓർക്കുക എന്നുള്ളത്. അതേപോലെ അദ്ദേഹം പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും ജോലികൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി, അല്ലേ, ശരീരത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പലവരും ജോലി ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ അത് ചെയ്യരുത് എന്നല്ല, ചെയ്യണം. പക്ഷേ അത് ചെയ്യുന്നത് ഭഗവാന്റെ സേവനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, അതൊരു ഭഗവത് സേവനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മനോഭാവത്തോടുകൂടി നമ്മൾ ചെയ്യണം എന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു തരുന്നത് ഭഗവാനും അതേപോലെ തന്നെ നമ്മുടെ ആചാര്യനും. അതാണ്. അതേപോലെ പറയുന്നു കഴിക്കുന്ന ഭക്ഷണം ഭഗവാന് സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസാദം, അദ്ദേഹം ഭഗവാൻ കഴിച്ചതിന് ശേഷം പ്രസാദം നമ്മൾ കഴിക്കുക എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ വേറൊരു കാര്യം കൂടെ പറയുന്നു, നമ്മൾ പല അനുഷ്ഠാനങ്ങളും ചെയ്യുന്നുണ്ടാവും. പല മതപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും, റിച്വൽസ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് സമർപ്പിച്ച് ചെയ്യൂ, ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ഗുണങ്ങൾ സംഭവിക്കുന്നു. കർമ്മം പോകുന്നുള്ളത് വേറെ കാര്യം, അതല്ലാതെ ഒരുപാട് ഭക്തിയുടെ സുകൃതി നമുക്ക് കിട്ടുന്നു. കാര്യം ഇത് ആവശ്യമാണ്, ഇതാണ് നമുക്ക് ആവശ്യം. നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഭഗവാന്റെ കൂടെ ലീലകളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അവിടേക്ക് എത്തണ്ടേ? അവിടേക്ക് എത്തണമെങ്കിൽ ഇതാണ് മാർഗം. ഇതാണ് മാർഗം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും, അതുപോലെ ദാനം കൊടുക്കുന്നതാണെങ്കിലും എല്ലാം തന്നെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ അവസാനം ഈ ഭാവാർത്ഥത്തിൻ്റെ അവസാനത്തോടു കൂടി ശിലപ്രഭാജി പറയുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സമയത്ത് കലിയുഗത്തിൽ പല കാര്യങ്ങളും നടന്നുകൊള്ളണമെന്നില്ല. പല യോഗാഭ്യാസങ്ങളും പല കാര്യങ്ങളുമൊക്കെ പല ആളുകളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെയൊന്നും ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പമല്ല. ഈ യുഗത്തിനായിട്ട് ഒരു ധർമ്മമുണ്ട്, യുഗധർമ്മം എന്ന് പറയും. ഓരോ യുഗങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. കൃതയധ്യായതോ വിഷ്ണു ത്രേതായം യജതോ മകൈ ദ്വാപരെ പരിചര്യായം കലോ തത് ഹരികീർത്തന. സത്യയുഗത്തിൽ നമ്മുടെ ധർമ്മമായിരുന്നു ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിലൂടെയായിരുന്നു ഭഗവത് സാക്ഷാത്കാരം നേടുന്നുണ്ടായിരുന്നത്. അതായിരുന്നു പ്രോസസ്സ്. വാൽമീകി മുനിയൊക്കെ 60,000 വർഷങ്ങളാണ് തപസ്യ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അതിനുള്ള ഭഗവത് പ്രാപ്തി അതിനുശേഷം സംഭവിക്കുന്നു. പിന്നീടാണ് അദ്ദേഹം രാമായണം എഴുതുന്നതൊക്കെ. അതേപോലെ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ യുഗത്തിൽ യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെയാണ്. യജ്ഞങ്ങളായിരുന്നു അവിടുത്തെ ഭഗവത് സാക്ഷാത്കാരം, അല്ലെങ്കിൽ യുഗധർമ്മം ആയിരുന്നത് യജ്ഞങ്ങളായിരുന്നു. ദ്വാപര യുഗത്തിലാവട്ടെ വിഗ്രഹാരാധന, അമ്പലത്തിലെ വിഗ്രഹാരാധന. ആക്ച്വലി ഇത് ദ്വാപര യുഗത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ അത് നടന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നതും. ഇന്നത്തെ കലിയുഗത്തിലും വിഗ്രഹാരാധനയും അമ്പലമൊക്കെ ഉണ്ട്. പക്ഷേ അത് വളരെ വിശാലമായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നത് അനുസരിച്ച് അതേപോലെ തന്നെ ചെയ്യുവാൻ സാധിച്ചിരുന്നു ദ്വാപര യുഗത്തിൽ. ഈ കാലത്ത് അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ദ്വാപരം കഴിഞ്ഞ് വരുന്ന കലിയുഗത്തിൽ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള മാർഗം പറയുന്നത് കലോ തത് ഹരികീർത്തന. കലിയുഗത്തിലെ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള മാർഗം എളുപ്പമാണ്. ഇതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള പ്രോസസ്സാണ് നാമജപം എന്ന് പറയുന്നത്. നാമജപത്തിന് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, എവിടെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം, ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പ്രത്യേകിച്ചും ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. കാര്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു അപരാധവും എടുക്കില്ല. അല്ലെങ്കിൽ അപരാധം എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധം മന്ത്രത്തിന് അല്ലെങ്കിൽ ചൊല്ലുന്ന ഭാവം ഒക്കെ നമ്മൾ നല്ല ഭാവത്തോടുകൂടി ചൊല്ലണം എന്നുള്ളത് ശരിയാണ്. അപരാധം എടുക്കില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ സാധിക്കും. അങ്ങനെ സമയത്തിൻ്റെ കണക്കോ ഒന്നുമില്ല. അതാണ്.
നാംനാം അകാരി ബഹുധ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലഃ ഏതാദൃശി തവ കൃപ ഭഗവൻ മമാപി ദുർദൈവമിദൃശം ഇഹജനിനാനുരാഗ. ചൈതന്യ മഹാപ്രഭു ശിഷ്യാഷ്ടകത്തിൽ പറയുന്നു, ഈ ഭഗവാന് ഒരുപാട് അനന്ത കോടി നാമങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ഒരുപാടുണ്ട്. ഈ നാമത്തിലൊക്കെ ഭഗവാന്റെ ശക്തി മുഴുവനും ഭഗവാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാനെ നേരിട്ട് കാണുന്ന പോലെയാണ്. ഭഗവാന്റെ മുഴുവനും ശക്തിയുണ്ട് അതിനകത്ത്. എന്നാൽ അതേപോലെ തന്നെ പ്രത്യേകിച്ചും ഹരേകൃഷ്ണ മഹാമന്ത്രത്തിനെ സംബന്ധിച്ച് കൃഷ്ണനാമത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് നിയമങ്ങളില്ല. ഉദാഹരണത്തിന് ചില നാമങ്ങൾ ചൊല്ലണമെങ്കിൽ, ഗായത്രി മന്ത്രങ്ങളൊക്കെ ചൊല്ലണമെങ്കിൽ അതിന് സന്ധ്യ നേരത്ത് അതിനൊരു സമയവും കാലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും എല്ലായിടത്തും വെച്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. ചൊല്ലേണ്ട ആൾക്കാർക്കും അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. അങ്ങനെയൊക്കെയുണ്ട്. എന്നാൽ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന് ഒരു തരത്തിലുള്ള കണ്ടീഷനും ഇല്ല. എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. അതാണ് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്താ പറയുക, ഭഗവാന്റെ മുമ്പിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും നടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഈവൻ ബാത്റൂമിൽ പോകുമ്പോഴും പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൃഷ്ണനാമം ശുദ്ധമായതുകൊണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം കൃഷ്ണനാമമാണ്, ശുദ്ധമായതുകൊണ്ട് പരിശുദ്ധമായതുകൊണ്ട് അതിൻ്റെ മലിനീകരിക്കാൻ അല്ലെങ്കിൽ അതിൽ മാലിന്യം പിടിക്കാൻ ഒരു സാഹചര്യവും വരുന്നില്ല. ഒന്നിനും സാധിക്കില്ല. കാര്യം അത് പരിശുദ്ധമാണ്. അതിൻ്റെ ലെവൽ വേറെയാണ്. ആധ്യാത്മികമായിട്ടുള്ള കാര്യം പൂർണ്ണമായിട്ടും ആയതുകൊണ്ടും ഭൗതികമായിട്ടുള്ള ഒന്നിനെയും ഒരു സാഹചര്യത്തെയോ ഒരു സിറ്റുവേഷനോ ഒരു സാധനങ്ങൾക്കോ അതിനെ മലിനീകരിക്കാൻ സാധിക്കില്ല. പരിശുദ്ധമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ട് ശ്രീല പ്രഭുജി പറയുന്നു, അതുകൊണ്ട് എല്ലാവരും ഭഗവത് നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാമ രാമ ഹരേ ഹരേ എന്നുള്ള ഭഗവാന്റെ നാമം ചൊല്ലി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ യുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളാണ്. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഭഗവാനെ ഓർക്കുക എന്നുള്ളത്. അപ്പോൾ ഭഗവാനെ ഓർക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം നാമജപമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച വളരെ പ്രധാനപ്പെട്ട തത്വം. എന്തുകൊണ്ട് ഈ ഒരു ശ്ലോകം നമ്മൾ ആദ്യം ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം നമ്മളെല്ലാവരും പല പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഓരോ ദിവസവും ജോലികൾ പല ആക്ടിവിറ്റീസും കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് തന്നെ ആയിരിക്കട്ടെ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഭഗവാനോടുള്ള, കൃഷ്ണനോടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള സേവനമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ഭാവത്തിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ അവരവരുടെ ജോലികൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഭഗവാൻ നമുക്ക് തരാൻ പോകുന്നത്? ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 41 അധ്യായത്തിൽ മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, അക്രൂരനാണ് ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും കൊണ്ടുവരുന്നത് മധുരയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു അക്രൂരൻ. ആ സമയത്ത് കൃഷ്ണൻ അവർ മധുരയിലെത്തി. ഞാൻ അതിനു മുമ്പുള്ള ആ ഒരു സാഹചര്യങ്ങളൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഭഗവാനെ കൊണ്ടുവരുന്നു. അപ്പോൾ വൃന്ദാവനവാസികൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയത്, അല്ലെ, കൃഷ്ണനെ അവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ. എന്നാൽ മധുരവാസികൾക്ക് ഒരുപാട് സന്തോഷമായി കൃഷ്ണനെ കാണാൻ സാധിച്ചപ്പോൾ. ഒരുപാട് കാലത്തെ അവരുടെ ആഗ്രഹമായിരുന്നു കൃഷ്ണനെയും ബലരാമനെയും നേരിട്ട് കാണണമെന്നുള്ളത്. അത് അവർക്ക് സാധിക്കുന്നു. അങ്ങനെ അക്രൂരൻ്റെ രഥത്തിൽ കൃഷ്ണനെയും ബലരാമനെയും കൊണ്ടുവന്ന് മധുരയിൽ ഇറക്കുന്നപ്പോൾ കൃഷ്ണൻ പറയും അക്രൂരനോട്, ആ മധുരയുടെ കവാടത്തിലേക്ക് കടക്കുന്ന സമയത്ത് കൃഷ്ണൻ പറയും, രഥം ഇവിടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ നടന്നാണ് പോകാൻ പോകുന്നത്. അപ്പോൾ കൃഷ്ണൻ തനിയല്ല, കൃഷ്ണനുണ്ട്, ബലരാമനുണ്ട്, മാത്രമല്ല ഒരുപാട് കൂട്ടുകാർ വൃന്ദാവനത്തിൽ നിന്ന് വന്നിട്ടുമുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ അകത്തോട്ട് മധുരയിലേക്ക് പ്രവേശിക്കാം. കാര്യം കൃഷ്ണൻ്റെ അമ്മാവനാണ് അക്രൂരനോട് പറഞ്ഞു, അങ്ങ് ഇവിടെ വിട്ടാൽ മതി ഞങ്ങളെ. ആ സമയത്ത് അക്രൂരൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരണം, ഇത് എൻ്റെ ഒരുപാട് കാലത്തെ അഭിലാഷമാണ്, ദയവ് ചെയ്ത് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു ആ സമയത്ത്, അമ്മാവ, ഇപ്പോൾ
അങ്ങയുടെ വീട്ടിലേക്ക് വരാനുള്ള സമയമായിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ വരും. കാര്യം ഇവിടെ ഇപ്പോൾ എനിക്ക് മധുരയിൽ എൻ്റെ അമ്മയും അച്ഛനെയും ആദ്യം കാണണം. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ആദ്യം പോവുകയാണ്. അപ്പോൾ അക്രൂരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് ഞാൻ അവിടെ കൊണ്ടുവിടാം. കൃഷ്ണൻ പറഞ്ഞു, അത് വേണ്ട, ഇവിടെ ഞങ്ങളെ കാത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഞങ്ങൾക്ക് കാണണം. അവരെല്ലാവരെയും കണ്ടുകൊണ്ട് അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് എല്ലാവരും കണ്ടുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് പോവേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എല്ലാവരും ചേർന്ന് കൃഷ്ണനും ബലരാമനും മുമ്പിൽ നടക്കുന്നു. കൃഷ്ണൻ്റെ കൂട്ടുകാരും കൃഷ്ണനും ബലരാമൻ്റെ സുഹൃത്തുക്കളും കൂടെയുണ്ട്. ഇവരെല്ലാവരും കൂടെ അങ്ങനെ മധുരയുടെ ആ കവാടം, വലിയ കവാടം കടന്ന് അങ്ങനെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീമദ് ഭാഗവതം പറയുന്നു, അതിമനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. മധുരയിലെ ഓരോ വീടുകളും, കാര്യം ഈ വഴിയിലൂടെ നടന്നു പോന്നു. രണ്ട് ഭാഗത്തും വീടുകളും കടകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കൊട്ടാരങ്ങളും വീടുകളും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഓരോ വീടിൻ്റെ മുമ്പിലും കൃഷ്ണനും ബലരാമനും വരുന്നുണ്ട് എന്ന് അവർക്ക് എല്ലാവർക്കും ഓൾറെഡി ന്യൂസ് കിട്ടിയിരുന്നു. അതനുസരിച്ച് അതിമനോഹരമായിട്ടുള്ള അലങ്കാരങ്ങൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓരോ വീടിൻ്റെ മുമ്പിലും അതിമനോഹരമായിട്ട് അലങ്കരിച്ച് പല പല കളറുകളുള്ള പുഷ്പങ്ങളും ഹാരങ്ങളും ഒക്കെ ആയിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളൊക്കെ പോലെയായിരുന്നു അവിടെ അലങ്കരിച്ചു കൊണ്ടിരുന്നത്. എല്ലാ ബിൽഡിങ്സും എല്ലാ കെട്ടിടങ്ങളും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതേപോലെ ഇവർ പറയുന്നു ഭാഗവതത്തിൽ, ഈവൻ വിലപിടിപ്പുള്ള രത്നങ്ങളും അതേപോലെ അങ്ങനെ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഭഗവാൻ കൃഷ്ണനും കൂട്ടുകാരും കാണുന്നത്. ഇവർക്ക് അത്ഭുതമായി. കാര്യം ഇവർ വരുന്നത് ഗ്രാമത്തിൽ നിന്നാണ്. വൃന്ദാവനം എന്ന് പറയുന്നത് പശുക്കളും കാടും മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ മധുര എന്ന് പറയുന്ന ഒരു സിറ്റി പോലെയാണ്, ടൗൺ പോലെയാണ്. അപ്പോൾ ഇവർ കൂട്ടുകാർക്കൊക്കെ അത്ഭുതമായി, ഇതെന്താണ് ഈ സംഭവം, ഇത്രയും വലിയ കെട്ടിടങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്നു. അങ്ങനെ ഓരോ വീടുകളിലും മുമ്പിലും ഇവരെ സ്വീകരിക്കാൻ വേണ്ടി, നമ്മൾ കണ്ടിട്ടുണ്ടോ നാട്ടിലൊക്കെ പൂരമൊക്കെ നടക്കുന്ന സമയത്ത് ഭഗവാനെ തിടമ്പേറ്റി ആന പോകുന്നു അല്ലേ? അപ്പോൾ വീടുകളുടെ മുമ്പിൽ പറയെടുക്കാൻ വേണ്ടി വരുന്നു അല്ലേ? പറയെടുക്കുന്ന സമയത്ത് വീടുകളിൽ എന്താണ് ചെയ്യുന്നത്? ഇതുപോലെ അലങ്കരിച്ച് അവിടെ ഭംഗിയായിട്ട് ചാണകമെല്ലാം മെഴുകി ഭഗവാന്റെ പറയ്ക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നു. ആ സമയത്ത് ആനയ്ക്കും ഒരുപാട് പഴങ്ങളൊക്കെ കൊടുക്കുന്നു. ഭഗവാനെ അവിടെ പല കൊട്ടും വാദ്യമൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ അവിടെ അലങ്കരിക്കുന്ന പോലെ നമ്മൾ ചെറിയ രീതിയിലേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ പരമദൈവത്വം പുരുഷൻ നേരിട്ട് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ആനപ്പുറത്ത് ഭഗവാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്, വ്യത്യാസമില്ല. എന്നാൽ ഇവിടെ നേരിട്ട് കൃഷ്ണൻ നടക്കുകയാണ് ചെയ്യുന്നത്, ബലരാമനും കൂട്ടുകാരും. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. മനോഹരമായിട്ട് ഇവരെല്ലാവരും അലങ്കരിച്ച് അങ്ങനെ ഓരോരോ സാധനങ്ങളുമായിട്ട് കൃഷ്ണനെ കാണുമ്പോൾ പലവരും ആരതി ചെയ്യുന്നു, പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. പല സ്ത്രീകളും കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് പുഷ്പങ്ങളെല്ലാം സമർപ്പിക്കുന്നു ഇവരുടെ മുകളിൽ. അങ്ങനെ പിന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. ഓരോരുത്തർ വന്ന് ഓരോന്ന് കൊടുക്കുന്നു, പഴങ്ങളും ഫ്രൂട്ട്സും, പലവരും മാലകൾ അണിയിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മധുരയിലുള്ളത്. ഓക്കെ, ഇനി ബാക്കി എന്ത് സംഭവിക്കുമെന്നുള്ളത്, അപ്പോൾ ഈ ഒരു ചിത്രമായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ. അടുത്ത ഞായറാഴ്ച വരെ മധുരയിലെ ആ മനോഹരമായിട്ടുള്ള കാഴ്ച, ഭഗവാനും ബലരാമനും ബാക്കിയുള്ള സുഹൃത്തുക്കളും കൂടെ അങ്ങനെ മധുരയിലേക്ക് വന്നിരിക്കുന്നു. അവർ നടക്കുന്നു, അപ്പോൾ അവരെ സ്വീകരിക്കുന്നു അതിമനോഹരമായിട്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച, ഈ ഒരു ഭാവത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ചർച്ച അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാം എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇനി എന്നുള്ളത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ.